നമ്മളെ ദേഹേച്ഛ, ദുരാഗ്രഹങ്ങൾ. ഇതിൽ പിശാചിനേക്കാൾ വലിയ ശത്രുവാണ് ദേഹേച്ഛ, ശാരീരിക ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ദുരാഗ്രഹങ്ങൾ പിശാചിനെ റമദാനിൽ കെട്ടിയിടും. ഈ സാധനം അവിടെ തന്നെ ഉണ്ടാവും. ഇബ്ലീസിന്റെ ശത്രുത പോലെയല്ല. ഇബ്ലീസ് ഇപ്പോൾ ഒരാളെ തെറ്റയിപ്പിക്കാൻ നോക്കിയാൽ ആ തെറ്റ് ചെയ്തില്ലെങ്കിൽ ഇബ്ലീസ് കുറെ നേരം നോക്കും ആ തെറ്റെങ്ങനെ ചെയ്യിപ്പിക്കാൻ. ആ തെറ്റെങ്ങനെ ചെയ്യിപ്പിക്കാൻ നോക്കും ഇബ്ലീസ്. ഹവൻ നഫ്സ് അങ്ങനെയല്ല. ഹവൻ നഫ്സ് ഒരു തെറ്റ് ചെയ്യിപ്പിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ ആ തെറ്റ് അയാൾ ചെയ്തില്ലെങ്കിൽ വേറെ തെറ്റ് ചെയ്യിപ്പിക്കും. തെറ്റ് നിർത്തണമെന്ന് ഒരു മനുഷ്യന് തോന്നുമ്പോൾ ഹവൻ നഫ്സ് തെറ്റ് നിർത്താൻ എങ്ങനെ വിടൂല. അപ്പൊ ഒരാൾ തൗബ ചെയ്ത് നന്നാവാന്ന് വിചാരിച്ചു. അപ്പൊ ഹവൻ നഫ്സ് എന്താ ചെയ്യാം, നമ്മുടെ ശരീരം എന്താ ചെയ്യാൻ പറയാം. തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരിക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരും. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ യൂട്യൂബെന്നോ മറ്റോ ആണ് ഹറാമോ സിനിമയോ തെറ്റോ കാണുന്നത്, ആരുടെയോ വാഴോ ക്ലാസോ ഉപദേശമോ കേട്ടിട്ട് അയാൾ നിർത്താം എന്ന് വിചാരിക്കുമ്പോൾ ഹവൻ നഫ്സ് വന്നിട്ട് പറയും അതെന്തിനാ നിർത്തേണ്ട ആവശ്യം, കാണണ്ട വിചാരിച്ചാൽ പോരെ. അല്ലെങ്കിൽ യൂട്യൂബ് കാണി ഇൻസ്റ്റാൾ ആക്കിയാൽ ഉസ്താദ് വാങ്ങും, പിന്നെ മധു കാണാൻ വിടൂല വിടൂല എന്നുള്ള വിടൂല. അപ്പൊ നോമ്പിന്റെ ഒന്നാമത്തെ ലക്ഷ്യം ഹവൻ നഫ്സിനെ നീ കീഴ്പ്പെടുത്തണം.